മലപ്പുറം പാണ്ടിക്കാട് ചെറുകപ്പുള്ളി വീട്ടിലെ ഏങ്ങലടിച്ചത് മരണവീടിന്റെ തേങ്ങലായിരുന്നില്ല. ഉള്ളിലെരിയുന്ന കനലുകളുമായി കഴിയുന്ന ഒരു ഉമ്മയുടെ നെഞ്ചിനകത്തെ വിങ്ങലായിരുന്നു. 2015 ശേഷം അബ്ദുൾ ജലീൽ വീട്ടിൽ വരാറില്ലായിരുന്നു. ഹലീമ 9 മക്കളെ പെറ്റതിൽ 6 ആൺമക്കളും പൊതുപ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു. കൃത്യമായ രാഷ്ട്രീയവും കാഴ്ചപ്പാടും ഇവർക്കുണ്ടായിരുന്നു. രാഷ്ട്രീയമായി അവർ തെരഞ്ഞെടുത്ത വഴികളാകട്ടെ മിക്കതും തീവ്ര ചിന്താഗതിക്കാരുടേതും. 2015 ശേഷം അബ്ദുൾ ജലീൽ വീട്ടിൽ വരാറില്ലായിരുന്നു. ചെറുകപ്പള്ളി പരേതനായ ഹംസയുടെ മകൻ CP ജലീൽ വയനാട് വൈത്തിരിയിൽ മാവോവാദികളുമായുള്ള പോലീസ് വെടിവയ്പിൽ പരിക്കേറ്റ വിവരം രാത്രി വൈകി തന്നെ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞിരുന്നു. കൊല്ലപ്പെട്ട വിവരം രാവിലെയാണ് ലഭിക്കുന്നത്. അതും മാധ്യമങ്ങളിലൂടെയാണ് വിവരം ലഭിച്ചത്. ഒരു മരണവീടിന്റെ മൂകതയല്ലായിരുന്നു അവിടെ ഏങ്ങലടിച്ചത്. ഉള്ളിലെരിയുന്ന കനലുകളുമായി കഴിയുന്ന ഒരു ഉമ്മയുടെ നെഞ്ചിനകത്തെ വിങ്ങലായിരുന്നു പാണ്ടിക്കാട് അങ്ങാടിയിൽ ചെറുകപ്പുള്ളി വീടിന്റെ അന്തരീക്ഷത്തിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ. പ്രാർത്ഥനാ മന്ത്രങ്ങളുമായാണ് ഉമ്മ ഹലീമയും മറ്റ് പെൺമക്കളും കഴിയുന്നത്. മകൻ കൊല്ലപ്പെട്ടതിന്റെ ഔദ്യോഗികമായ ഒരു വിവരവും വ്യാഴാഴ്ച ഉച്ചവരെയും കിട്ടിയിരുന്നില്ല. മരണം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് മറ്റ് സഹോദരങ്ങളും സ്ഥിരീകരിച്ചത്. ഹലീമ 9 മക്കളെ പ്രസവിച്ചതിൽ 6 ആൺമക്കളും പൊതുപ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു. കൃത്യമായ രാഷ്ട്രീയവും കാഴ്ചപ്പാടുമുള്ളവർ. ഉയർന്ന വിദ്യാഭ്യാസമോ ഉദ്യോഗങ്ങളോ ആരും നേടിയില്ല. എന്നാൽ രാഷ്ട്രീയമായി അവർ തെരഞ്ഞെടുത്ത വഴികളാകട്ടെ മിക്കതും തീവ്ര ചിന്താഗതിക്കാരുടേതായിരുന്നു. മൊയ്തീൻ, അബ്ദുൾ റഷീദ്, ഇസ്മായിൽ, അൻസാർ, ജിൻഷാദ്, ഖദീജ, ഷരീഫ, നൂർജഹാൻ എന്നിവരാണ് സഹോദരങ്ങൾ. SSLC വരെയേ ജലീൽ പഠിച്ചിരുന്നുള്ളൂ. മൂത്ത 3 സഹോദരങ്ങളായ CP മൊയ്തീൻ, CP റഷീദ്, CP ഇസ്മായിൽ എന്നിവരുടെ വഴി തന്നെയാണ് ജലീലും തെരഞ്ഞെടുത്തത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു ജലീല്. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ തിരുവനന്തപുരത്ത് ADB ഓഫീസ് അടിച്ചു തകർത്ത് കരിയോയിൽ ഒഴിച്ചതടക്കം സംഭവങ്ങളിൽ 2 ജ്യേഷ്ഠ സഹോദരന്മാർ പ്രതിചേർക്കപ്പെട്ടിരുന്നു. ഇസ്മായിൽ ഇപ്പോൾ പൂനെ ജയിലിലാണ്. മാവോവാദി സംഘത്തോടൊപ്പം ഉണ്ടെന്ന് കരുതപ്പെടുന്ന മൊയ്തീനെ കുറിച്ച് കുടുംബത്തിന് വിവരമൊന്നുമില്ല. 1994 മുതൽ ഇടതടവില്ലാതെ പോലീസ് കയറിയിറങ്ങുന്ന വീടാണിത്. പോരാട്ടം നേതാവ് MN രാവുണ്ണി വ്യാഴാഴ്ച വൈകിട്ട് ജലീലിന്റെ വീട് സന്ദർശിച്ചു. ഖബറടക്കമടക്കം ബാക്കിയുള്ള കാര്യങ്ങളും മൃതദേഹം ഏറ്റുവാങ്ങാനുമുള്ള ഒരുക്കങ്ങളും ഏറ്റവും ഇളയ സഹോദരൻ ജിൻഷാദിന്റെയും ഉമ്മയോടൊപ്പം കഴിയുന്ന അൻസാറിന്റെയും നേതൃത്വത്തിൽ നടത്തുകയാണ്. ഇവരുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം വിരലിൽ എണ്ണാവുന്നവരാണ് മരണവിവരം അറിഞ്ഞ് വീട്ടിലെത്തിയത്. മൃതദേഹം ഇന്ന് രാവിലെ 9-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാണ്ടിക്കാട് വളരാട് തറവാട്ട് വളപ്പിൽ ഖബറടക്കുമെന്ന് സഹോദരങ്ങൾ അറിയിച്ചിരുന്നു. അബ്ദുൾ ജലീലെ ഏറ്റുമുട്ടലിലല്ല കൊല്ലപ്പെട്ടതെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരൻ ജിൻഷാദ് ആരോപിക്കുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരണം. ഇക്കാര്യം വയനാട് ജില്ലാ കളക്ടർ മുഖേന പരാതി നൽകിയിട്ടുണ്ടെന്നും ജിൻഷാദ് പറഞ്ഞു. ബുധനാഴ്ച രാത്രി വൈകി ഏറ്റുമുട്ടലിൽ പരിക്കേറ്റുന്ന വിവരമാണ് വീട്ടിലറിഞ്ഞത്. രാവിലെ ആയപ്പോഴേക്കും മരണപ്പെട്ടതായും വിവരം ലഭിച്ചു. മരിച്ചെന്ന വിവരം ലഭിച്ചതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നും ആരും അറിയിച്ചിട്ടില്ലെന്നും ജലീലിന്റെ ഉമ്മ ഹലീമ മാധ്യമങ്ങളോട് പറഞ്ഞു. ലക്കിടി റിസോർട്ടിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട CP ജലീൽ CPI മാവോവാദി സംഘവുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. മുൻപ് നിലമ്പൂർ കരുളായിയിൽ മാവോവാദി നേതാവ് കുപ്പു ദേവരാജൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ജലീലും കൊല്ലപ്പെട്ടതായി അഭ്യൂഹം പരന്നിരുന്നു. തുടർന്ന് സഹോദരൻ CP റഷീദ് ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യാൻ ശ്രമം നടത്തി. 10ാം ക്ലാസ് പഠനശേഷം ഇടതു രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം കാട്ടിയ ജലീൽ കുറച്ചുകാലം നിർമ്മാണ തൊഴിലാളിയായിരുന്നു. കോൺക്രീറ്റ് ജോലികൾ ഏറ്റെടുത്ത് നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം തൊഴിലാളികൾക്കിടയിൽ വീതിച്ചു നൽകുകയുമായിരുന്നു പതിവ്. നാട്ടിൽ നാടക പ്രവർത്തനങ്ങൾക്കും മറ്റും സജീവമായി പങ്കെടുക്കാറുണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ ലൂബേഷിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ജലീലിന്റെ ചിത്രങ്ങൾ അയാളുടെ പക്കൽ നിന്ന് കിട്ടിയതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചിരുന്നു. ജലീലിനെ തങ്ങൾ കോടതിയിൽ ഹാജരാക്കാമെന്ന് സഹോദരങ്ങൾ അന്ന് പോലീസുകാരോട് പറഞ്ഞു. പോലീസ് അന്വേഷിച്ചെത്തിയതിന് പിന്നാലെയാണ് ജലീൽ നാട്ടിൽ നിന്ന് മാറി നിന്നതെന്ന് ജ്യേഷ്ഠൻ റഷീദ് പറഞ്ഞു. പിന്നീട് 3 വർഷമായി ഒരു വിവരവുമില്ലായിരുന്നു. നിലമ്പൂർ ഏറ്റുമുട്ടൽ സമയത്താണ് ജലീലും മാവോവാദി സംഘത്തിലുണ്ടെന്ന സൂചന ലഭിച്ചത്. CPI മാവോവാദി കബനി ദളത്തിന്റെ പ്രചാരണ വിഭാഗം ചുമതലയാണ് ജലീലിനുണ്ടായിരുന്നത്.